24 ഇംപാക്ട് വാർത്തയിലേക്കാണ്. പത്തനംതിട്ട ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെ ക്വാർട്ടേഴ്സുകൾ കാടുകയറിയ സംഭവത്തിൽ ഇടപെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര നടപടി സ്വീകരിക്കാൻ പത്തനംതിട്ട SP-ക്ക് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. ക്വാർട്ടേഴ്സുകൾ കാടുകയറി നശിക്കുകയാണെന്ന് 24-ലെ പൊതുജനം കഴുതിയല്ല സാർ എന്ന വാർത്താ പരിപാടിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പത്തനംതിട്ട ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് താമസിക്കാൻ വേണ്ടി 2 ഏക്കർ സ്ഥലത്ത് പണിഞ്ഞിട്ടുള്ള കെട്ടിടങ്ങൾ ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്നു എന്നുള്ള വാർത്ത ശ്രദ്ധിച്ചു. അവിടെ പാമ്പും വന്യജീവികളും കിടങ്ങി നടക്കുന്നു എന്നുള്ള വാർത്ത ശ്രദ്ധിച്ചു. അടിയന്തര നടപടിയെടുക്കാൻ പത്തനംതിട്ട SP ആനന്ദിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷിജോ കുര്യൻ വിശദാംശങ്ങളുമായി. ഷിജോ, നമ്മൾ വാർത്ത നൽകി തൊട്ടു പിന്നാലെ തന്നെ മന്ത്രിയുടെ ഇടപെടൽ വരികയാണ്. എന്താണ് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുള്ളത്? അനുജ, ജനകീയ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ജനപ്രതിനിധികൾ ഇടപെടുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത്തരമൊരു കാര്യത്തിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാനായിട്ട് ചിറ്റാർ പോലീസ് സ്റ്റേഷന്റെ മുകൾ വശത്ത് ഏതാണ്ട് 5 ഏക്കറിലധികം സ്ഥലത്ത് 8 കെട്ടിടങ്ങൾ പണി കഴിപ്പിച്ചിട്ടിരുന്നു. നല്ല ബലമുള്ള ഉറപ്പുള്ള കെട്ടിടങ്ങളാണ്, അങ്ങേയറ്റം സുന്ദരമായിട്ടുള്ള കെട്ടിടങ്ങളാണ്. പക്ഷേ അത് കാലക്രമേണ അതിൻ്റെ ആ പരിസരമൊക്കെ നശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ കെട്ടിടങ്ങൾ കാണാൻ കഴിയാത്ത വിധം കാട് കയറി കിടക്കുകയാണ്. അവിടെ പെരുമ്പാമ്പും പല വിധത്തിലുള്ള പാമ്പുകളും അതുപോലെ പന്നിയും മറ്റു വന്യമൃഗങ്ങളും അടക്കമുള്ള സുഖമായിട്ട് കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നാട്ടുകാർക്കടക്കം വലിയ പ്രയാസവും ഉണ്ടായിരുന്നു. അതാണ് 24 വാർത്തയായിട്ട് നൽകിയത്. പൊതുജനം കഴുതയല്ല എന്ന് പറയുന്ന പരിപാടിയിലൂടെ അവിടുത്തെ വിഷയം കൃത്യമായിട്ട് ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ആ വിഷയത്തിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ആ വിഷയം അടിയന്തരമായിട്ട് പരിശോധിച്ച് അതിനകത്ത് നടപടിയെടുക്കാൻ വേണ്ടി പത്തനംതിട്ട SP R ആനന്ദിനോട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. അല്പസമയം മുമ്പ് SP R ആനന്ദുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹവും പറയുന്നത് ഞങ്ങളത് എത്രയും വേഗം റിനോവേറ്റ് ചെയ്യും, അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതിനകത്ത് ഏറ്റവും സന്തോഷമുള്ള കാര്യം, നമ്മൾ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായതിന് പിന്നാലെ തന്നെ പത്തനംതിട്ട SP കൂടി അതിനകത്ത് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു എന്നുള്ളത് കൂടി അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ്. അനുജ, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.